മോഹൻലാലിൻ്റെ കട്ട ഫാനാണ്. മോഹൻലാലിന് വേണ്ടി മരിക്കാൻ വേണ്ടി റെഡിയായിരിക്കുന്ന ആളാണ്. അയാളെ കൊണ്ട് 5 ഡയലോഗ് അവൻ ആര്യവൻ. ശരിക്കും ബോളിവുഡ് പടം കണ്ട ഒരു ഫീലാണെന്ന് പറഞ്ഞത്. കുറച്ച് നേരം തിയേറ്ററിൽ ഇരുന്നതിന് ശേഷം നമ്മൾ കേരളത്തിലാണോ എന്ന് പറയുന്ന ചില വ്യക്തികളുണ്ടായിരുന്നു. അതുപോലെ ഏറ്റവും വലിയ ഒരു ന്യൂസ് എന്ന് പറയുന്ന എമ്പുരാനെ കുറിച്ചിട്ടുള്ള റിവ്യൂ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിൽ ഒരുപാട് ആളുകളുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ സാധിച്ചു. മോഹൻലാലിനെ ഡയലോഗ് കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കട്ട ഫാൻസിലായിട്ടുള്ള ഒരുത്തൻ പൃഥ്വിരാജിനെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ കൊല്ലും, ആ രീതിയിലാണ് നിൽക്കുന്നത്. അതായത് ഒരുമാതിരി എന്നൊക്കെ പിടിച്ചുള്ള മുഖഭാവങ്ങളും കാര്യങ്ങളും കാണുമ്പോൾ സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ ഒരു വിഷമാണ് പറയുന്നത്. മോഹൻലാലിൻ്റെ കട്ട ഫാൻസാണ് ഞാൻ, മോഹൻലാലിന് വേണ്ടി മരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ രംഗം ശരിക്കും ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ആ രംഗം ഇതേപോലുള്ള മനുഷ്യനെ കൊണ്ടൊന്ന് മറ്റേ പരിപാടി ചെയ്യണം. 5 ഡയലോഗാണ് ആ മനുഷ്യനെ കൊണ്ട് പറയിപ്പിച്ചത്. 5 ഡയലോഗ്. ആര് ഇന്ത്യൻ മലയാള സിനിമേനെ ഉദ്ധരിക്കാൻ വേണ്ടി നടക്കണം. മോഹൻലാലിൻ്റെ കട്ട ഫാനാണ്. മോഹൻലാലിന് വേണ്ടി മരിക്കാൻ വേണ്ടി റെഡിയായിരിക്കുന്ന ആളാണ്. അയാളെ കൊണ്ട് 5 ഡയലോഗ്. ആര്യവൻ. എന്തായാലും ഈ സമയത്ത് പൃഥ്വിരാജിനെ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം എന്താക്കുമെന്നുള്ളത് കണ്ടറിയേണ്ടി വരും. അത്രയ്ക്കും ഭ്രാന്ത് പിടിച്ചിട്ടുള്ള ഒരു ആരാധകനാണ് വന്നിട്ടുള്ളത്. കാരണം തൻ്റെ മോഹൻലാലിനെ കാണാൻ വേണ്ടി വന്നിട്ട് അവിടെ വെച്ച് മോഹൻലാലിനെ, അല്ലെങ്കിൽ കുറച്ച് സമയമുള്ളോ എന്നുള്ളത് മുന്നേ കൂട്ടി നമുക്കറിയാം, ഒരു 45 മിനിറ്റോളം മോഹൻലാൽ ഉള്ളൂ എന്നുള്ളത്. അപ്പോൾ അത് കണ്ടിട്ട് പോലും, അതറിഞ്ഞിട്ട് വന്നിട്ട് പോലും അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റാതെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് പൊട്ടി വീണിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഇനി മമ്മൂട്ടിയുടെ ഒരു ഫിലിം ഇറങ്ങുന്നു, അതിനുശേഷം ഇപ്പോൾ വിക്രമിൻ്റെ ഫിലിം ഇറങ്ങുന്നു. അപ്പോൾ ഈ ഒരു സംഭവത്തിൻ്റെ ഇടയിൽ ഈ നമ്മൾ 150 കോടി രൂപയോളം ചെലവഴിച്ചിട്ട് വന്നിട്ടുള്ള ഈ സിനിമയുടെ വളരെ വലിയൊരു കാത്തിരിപ്പായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ പൊതുവേ പലരും പലതരത്തിലുള്ള അഭിപ്രായമാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് മോഹൻലാലിൻ്റെ ഒരു കട്ട ആരാധകൻ അദ്ദേഹത്തിന് കൂടുതൽ റോള് നൽകിയിട്ടില്ല എന്നുള്ളൊരു വിഷമം പറഞ്ഞിട്ടുള്ളൊരു സംഭവം കണ്ടപ്പോൾ അതൊരു പ്രത്യേകത തോന്നി, അദ്ദേഹത്തിൻ്റെ മുഖഭാവങ്ങളും വിഷമങ്ങളൊക്കെ കണ്ടപ്പോൾ. ഇനി സിനിമയെക്കുറിച്ച് മറ്റൊരാൾ പറയുന്നത് പൃഥ്വിരാജിനെ കുറിച്ചിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ പറയുന്നുണ്ട്. അതും ഇതുപോലെയുള്ളൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു അഭിപ്രായം തന്നെയാണ് അദ്ദേഹം പറയുന്നത്. എന്ത് പറയാം, പൃഥ്വിരാജ് പറഞ്ഞതുപോലെ ഒരു മലയാളത്തിലെ വലിയ ചെറിയ പടം അത്രയേ ഉള്ളൂ. ഓവർ ഹൈപ്പോ കാര്യങ്ങളോ കൊടുക്കേണ്ട ഒരാവശ്യവും ഇല്ലായിരുന്നു. ഫസ്റ്റ് പാർട്ടിനാണ് ഏറ്റവും ബെറ്റർ. എല്ലാവരെയും കൊണ്ട് ബിൽഡ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. പക്ഷേ ലാലേട്ടൻ സെക്കൻഡ് ഹാഫിൽ തുടക്കം ഒരു എൻട്രി ഉണ്ട്, ഒരു രക്ഷയില്ല സെക്കൻഡ് എൻട്രി. ബാക്കിയൊക്കെ ഒരു സാധാരണ ലെവലിലേ ഉള്ളൂ. പിന്നെ പടത്തെ പറ്റി വലുതായിട്ടൊന്നും പറയുന്നില്ല. മേക്കിങ് അതുകൊണ്ട് പിടിച്ച് നിന്ന് അല്ല ഭയങ്കരമായിട്ടൊന്നുമില്ല. ഓവർ ഹൈപ്പിനനുസരിച്ച് പടം വന്നിട്ടില്ല, അത്രയേ ഉള്ളൂ. അത് ആൾറെഡി പറഞ്ഞു, ലാലേട്ടൻ 40 മിനിറ്റേ ഉള്ളൂ. പക്ഷേ ഉള്ള മിനിറ്റിലും കുറച്ച് നേരം സ്റ്റൈലിഷായിട്ട് കൊണ്ട് നിർത്തി, അത്രയേ ഉള്ളൂ. വലിയ ഡയലോഗുകളോ കാര്യങ്ങളോ ഒന്നും നിർത്താതെ ചെറുതായിട്ടൊരു ശാന്തമായ രീതിയിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഭയങ്കരമായിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഒന്നും ഇല്ലാതാക്കി കളഞ്ഞു, ആ ഒരു ഇതേ ഉള്ളൂ. ഒരൊറ്റ സീനുണ്ട്, ആ സീൻ മാത്രം തന്നെയാണ് മെയിൻ, വേറെ ഒന്നുമില്ല. അപ്പോൾ ലാലേട്ടൻ്റെ സെക്കൻഡ് ഹാഫിലുള്ള എൻട്രിയെ കുറിച്ചിട്ടാണ് ഒരുപാട് ആളുകൾ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. ലാലേട്ടൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരു അഭിനയത്തിൻ്റെ ഒരു കുലപതി എന്നൊക്കെ പറയാം. അദ്ദേഹത്തിൻ്റെ മാസ് എൻട്രി അടിപൊളിയായിട്ടുണ്ട് എന്നുള്ള അഭിപ്രായം തന്നെയാണ്. പിന്നെ വലിയ ഒരു സംഭവം ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്നുള്ളൊരു അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടൊരാൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ. ഒക്കെ പെർഫെക്റ്റ് ആണ്, സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജും ലാലേട്ടൻ പൊളിച്ചടുക്കിയിട്ടുണ്ട്, ഇൻട്രൊഡക്ഷൻ മുതൽ ക്ലൈമാക്സ് ഫൈറ്റ്. അപ്പോൾ പലരും പല തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് പറയുന്നത്. കാരണം ഓരോരുത്തരെ ആയിട്ടുള്ള ഒരു അഭിപ്രായങ്ങളുണ്ടാവുമല്ലോ, അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അപ്പോൾ ആ അഭിപ്രായത്തിൻ്റെ ആ ഒരു സ്വാതന്ത്ര്യം ഉപയോഗിച്ചിട്ട് ഒരുപാട് അഭിപ്രായങ്ങളാണ് അപ്പോൾ വരുന്നത്. അപ്പോൾ അതിൽ വ്യത്യസ്തമായിട്ടുള്ള പല അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ബോളിവുഡ് പടം കണ്ട ഒരു ഫീലാണെന്ന് പറയുന്നത്. കുറച്ച് നേരം തിയേറ്ററിൽ ഇരുന്നതിന് ശേഷം നമ്മൾ കേരളത്തിലാണോ എന്ന് പറയുന്ന ചില വ്യക്തികളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പടത്തിന് ഒട്ടും പോരാ എന്നുള്ള രീതിയിലുള്ള കംപ്ലൈൻറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞ പലതരത്തിലുള്ള കംപ്ലൈൻറ്റും അതുപോലത്തെ കമൻറ്റുകളൊക്കെയാണ് വരുന്നത്. തീർത്തും മോശം. 100 കോടിയുടെ കിട്ടി, അത്രേ ഉള്ളൂ സംഭവം. വില്ലനും കുഴപ്പമൊന്നുമില്ല, മോഹൻലാലും ഇല്ല, പൃഥ്വിരാജും ഇല്ല, ആരും ഇല്ല. കാരണം കടന്ന് കൊല്ലുക എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ. കൊള്ളില്ല. കാരണം കൊണ്ടുവരുന്ന അടുത്ത സൂപ്പർ സ്റ്റാറായിട്ട് വരുന്ന പൃഥ്വിരാജാ. അപ്പൊ മോഹൻലാലിനെ തീർക്കുക, അത്രേ ഉള്ളൂ, കഴിഞ്ഞു. 10 പൈസക്ക് കൊള്ളിയല്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ 10 പൈസക്ക് കൊള്ളില്ല എന്ന് പറഞ്ഞത്.
അതും ഒരു കടുത്ത ആരാധകനാണ്. മോഹൻലാലിൻ്റെ ഒരു കടുത്ത ആരാധകനായതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അങ്ങനെ പറയുന്നത്. കാരണം ഈ പറഞ്ഞ പോലെ മോഹൻലാലിന് ഇതിൽ അധികം റോളില്ല എന്നുള്ളൊരു സംഭവം പറയുന്നുണ്ട്. പക്ഷേ അതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. പൃഥ്വിരാജ് ഈ അടുത്ത ഘട്ടത്തിൽ പൃഥ്വിരാജാണല്ലോ ഇനി മൂന്നാം ഘട്ടത്തിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ മൂന്നാം ഭാഗം വരുമ്പോൾ പൃഥ്വിരാജിനായിരിക്കും കൂടുതൽ ആധിപത്യം എന്ന രീതിയിൽ മോഹൻലാലിനെ ഒതുക്കിക്കൊണ്ട് തീർത്തിരിക്കുകയാണ് എന്നുള്ള രൂപത്തിലൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ കമൻറ്റ് പോയിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കും അദ്ദേഹം 10 പൈസയ്ക്ക് കൊള്ളില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞത്. അത് ഒരിക്കലും ഒരു ഇഷ്ടപ്പെട്ട ഒരു നടൻ ആ സിനിമയിൽ നിന്നോ അല്ലെങ്കിൽ ആ റോളിൽ നിന്നോ അല്ലെങ്കിൽ ആ കഥാപാത്രത്തിൽ നിന്നോ മാറിപ്പോകുന്നത് ഒരിക്കലും ഒരു ആരാധകർക്ക് അത് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമായിട്ട് മാറും. അതാണല്ലോ ഈ ആരാധന എന്ന് പറയുന്നത്. ആരാധന മൂത്തിട്ടാണല്ലോ നമ്മൾ ഫസ്റ്റ് കണ്ട വീഡിയോയിൽ ആരാധന മൂത്തിട്ടുള്ള ആ പറച്ചിലാണ് ആ കേൾക്കുന്നത്. ഇനി ഇതിനെക്കുറിച്ച് പ്രൊഫഷണലായിട്ടുള്ള ഒരുപാട് ആൾക്കാർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായം കൂടി നമ്മളൊന്ന് കേൾക്കണം. പടം തന്നെയാണ്, മോശമല്ല. പക്ഷേ ഇത്രയും ബിൽഡപ്പിനുള്ള സെറ്റപ്പ് ഒന്നുമില്ല. ഓക്കെ, സെക്കൻഡ് ഹാഫ് അടിപൊളിയാണ്. ഫസ്റ്റ് ഹാഫ് നമ്മൾക്ക് അത്ര സൂചിക്കത്തില്ല. സിനിമ കണ്ടതിന് ശേഷം, ഫസ്റ്റ് ഷോ കണ്ടതിന് ശേഷമുള്ള റിവ്യൂ ആണ്. ലൂസിഫറിന് ശേഷമുള്ള പാർട്ടാണ് എമ്പുരാൻ. അതുപോലെ തന്നെ പൃഥ്വിരാജിന്റെ ഡയറക്ഷനെ നമ്മൾ പ്രതീക്ഷിച്ചാണ് ഈ സിനിമ കാണാൻ പോയത്. പക്ഷെ ആസ് എ പേഴ്സൺ എനിക്ക് തോന്നിയത് ലൂസിഫറിന്റെ 7 അയലത്തില്ല എമ്പുരാൻ എന്നുള്ളതാണ്. കാരണം ഇത്രയും ബിഗ് ബഡ്ജറ്റിൽ ഒരു സിനിമ ഒരുക്കുമ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു. അതുപോലെ ഒരുപാട് സസ്പെൻസ് ഫാക്ടേഴ്സ്, ഈ സസ്പെൻസ് ഫാക്ടേഴ്സ് ഒന്നും ഒരു പരിധി വരെ മസ്റ്റായിട്ട് തിയേറ്ററിൽ ഒന്ന് വാച്ച് ചെയ്യേണ്ട മൂവി തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. വന്നേക്കുന്ന ക്യാരക്ടേഴ്സ് പൃഥ്വിരാജാണെങ്കിലും ടോവിനാണെങ്കിലും മഞ്ജു വാര്യരാണെങ്കിലും അവർക്ക് കിട്ടിയിരിക്കുന്ന റോളുകൾ അവർ തകർത്താടിയിട്ടുണ്ട്. പിന്നെ ദീപക് ദേവിന്റെ BGMs എല്ലാം പടത്തിൽ പിടിച്ചിരുത്തിയിട്ടുണ്ട്. ഒരു വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു ഡോണാണ് എബ്രഹാം ഖുറേഷി. ബഡ്ജറ്റ് നമ്പർ 1 എന്ന് വെച്ചാൽ കേരളത്തിൽ ഇതുപോലൊരു മലയാള സിനിമ ഇതുപോലൊരു ബഡ്ജറ്റ് പടം എടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ഈ ലൂസിഫർ സ്റ്റൈലിൽ കേരളത്തിലേക്ക് കൊണ്ടുവന്നായിരുന്ന കുറച്ചും കൂടെ പടം ഒരു മാസമായേനെ. ഇതൊരു ഖുറേഷി ലെവലിലെ പൃഥ്വിരാജിന്റെ പേഴ്സണൽ ലൈഫൊക്കെയാണ് കൂടുതലും കാണിക്കുന്നത്. എന്തായാലും ഒരുപാട് ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കേട്ടു. എന്നിരുന്നാലും നമ്മൾക്ക് ഇതിലൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. കാരണം ഇതൊരു എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം സിനിമകളൊക്കെ നിർമ്മിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും ഇത്രയും കോടി ചെലവിൽ 180ഓളം കോടി രൂപ ചെലവിലാണ് ഇതിൻ്റെ നിർമ്മിച്ചിട്ടുള്ളതെന്ന് പറയുന്നത്. ഇപ്പോൾ ഒരുപാട് സസ്പെൻസും ഒരുപാട് ത്രില്ലറുമായിട്ട് ഒരു പടത്തിനെ കുറിച്ച് ഒരു ആവറേജ് നല്ല അഭിപ്രായമാണ് പറയുന്നത്. എന്തായാലും നമ്മളത് തിയേറ്ററിൽ പോയിട്ട് പരമാവധി കാണുക. ഈ സംരംഭം നശിച്ചു പോകാതെ, അല്ലെങ്കിൽ ഈ സംരംഭത്തിന് എപ്പോഴും സപ്പോർട്ടായിട്ട് നമ്മൾ നിൽക്കണം. നമ്മുടെ കേരളത്തിൽ നിന്നുള്ളൊരു ബോളിവുഡ് പടം എന്ന രീതിയിലാണ് അത് വന്നിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ തന്നെ അതിനെ നമ്മൾ കാണുക. അതിനൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കണ്ടാൽ മതി. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പടത്തിനെ കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. എന്തായിരുന്നു ഒരു ആർട്ടിസ്റ്റ്, ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് വേണം ഇതിനെ നമ്മൾ കൊണ്ടുപോകാൻ. കാരണം ഇതിൻ്റെ ഒരുപാട് ആളുകൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ, ലൈറ്റ് ബോയ് മുതൽ ഭക്ഷണം വെക്കുന്നവർ, അതിൻ്റെ ഡ്രൈവേഴ്സുകൾ, ഓരോ യൂണിറ്റുകൾ, അങ്ങനെ ഒരുപാട് ഇതിൻ്റെ കുറഞ്ഞ കുറേ ഭാഗങ്ങളിലായിട്ട് ഒരുപാട് ആളുകൾ ജീവിക്കുന്നു. അതുപോലെ തന്നെ ഇതിലൊരുപാട് ആളുകൾ ഇതിൻ്റെ പിന്നിൽ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കഷ്ടപ്പാടെല്ലാം നമ്മുടെ തലയിൽ വെച്ച് കിട്ടുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. എന്നിരുന്നാലും ഒരു ചെറിയ ഒരു സംരംഭമല്ല, ഒരു വലിയ ഒരു സംരംഭത്തിലൂടെ ഈ സംഭവം കടന്നു പോകുന്നു. കാരണം ഒരുപാട് കുടുംബങ്ങൾ ഇതിലൂടെ ജീവിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ ചിന്തിക്കണം. ഓരോ ഇൻഡസ്ട്രിയിലും ഓരോ ബുദ്ധിമുട്ടുകളും അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ തരണം ചെയ്ത് ലാഭനഷ്ടങ്ങളൊന്നും നമുക്ക് പങ്കുവയ്ക്കാനൊന്നും ഇല്ലെങ്കിലും നമുക്ക് അതിലൂടെ സഹകരിക്കുക എന്ന് മാത്രമാണ് എൻ്റെ ഒരു അഭിപ്രായം. ഏതിന് എല്ലാത്തിനെയും വിമർശനങ്ങൾ മാത്രമായിട്ട് നമ്മൾ കാണരുത്. ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് മിറാക്കിൾസായിട്ട് അതിൻ്റെ പിന്നിൽ ഒരുപാട് സംഭവങ്ങളുണ്ടാവും. ഞങ്ങളെ യൂട്യൂബേഴ്സിനൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു വീഡിയോ എടുക്കുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ, അതിൻ്റെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. പിന്നീട് വീഡിയോക്ക് റീച്ചില്ലാതെയുള്ള വിഷമങ്ങൾ, അതുപോലെ തന്നെ ചില വിചാരിക്കാത്ത വീഡിയോകൾ അടിപൊളിയായിട്ട് പോകുന്നു. അങ്ങനെ ചെറിയ സ്വപ്നങ്ങൾ നമ്മൾക്ക് വരെ മനസ്സിലാവും. അപ്പോൾ ആ രീതിയിൽ നമ്മളതിനെ നല്ലതായിട്ട് കണ്ടാലും മതി. ഇനിയും ഒരുപാട് അടിപൊളിയായിട്ടുള്ള സിനിമകൾ വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനിയിപ്പോൾ മമ്മൂട്ടിയുടെ ഒരു പടം വരുന്നുണ്ട്, അതുപോലെ തന്നെ വിക്രമിൻ്റെ ഒരു പടം വരുന്നുണ്ട്. എല്ലാം നല്ല രീതിയിലാവട്ടെ എന്ന് നമുക്ക് ആശ്വസിച്ച് പറയാനുള്ള അഭിപ്രായങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത നാൾ വരാം. ഓക്കെ.